ഡ്രസ്സുണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നു, പിന്നെ റിങ്സ്, പിന്നെ മാല. അതെല്ലാം കൂടെ പ്രത്യേകം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് നമുക്ക് തന്നായിരുന്നു. പക്ഷേ അമിതമായ മദ്യപാനവും ഒക്കെ പിന്നെ ഇവർ തങ്ങളിൽ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായെന്ന് കേട്ടു. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവർക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ഇവൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. രഞ്ജിത അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കേരളത്തിന് നഷ്ടമായ ഒരു പാവം സ്ത്രീ, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ 2 പൈതങ്ങളെ ഈ ലോകത്ത് ഒറ്റയ്ക്കാക്കി ഇവിടുന്ന് വിട പറയേണ്ടി വന്ന ഒരു പാവം സ്ത്രീ. രഞ്ജിതയുടെ മൃതശരീരം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെത്തിച്ചു. പുല്ലാട് രഞ്ജിതയുടെ വീട്ടിലെത്തിച്ചു, അവിടെ അടക്കി. അതിനുശേഷം ഇപ്പോൾ രഞ്ജിതയുടെ ശരീരത്ത് ഉണ്ടായിരുന്ന ഒരു മാല, അതോടൊപ്പം തന്നെ രഞ്ജിതയുടെ ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഇതൊക്കെ രഞ്ജിതയുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ വേറെയും കുറച്ച് വിശദാംശങ്ങൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. തീ തൊടാതിരുന്ന വസ്ത്രത്തിന്റെ ഒരു ഭാഗം, ഒരു മോതിരം, മാലയെന്ന് കരുതാവുന്ന മറ്റൊന്ന്, ഒരു ചെരുപ്പ്. രഞ്ജിതയിരുന്ന 19F എന്ന സീറ്റിനടുത്തു നിന്നും കിട്ടിയ വസ്തുക്കൾ. ഏറിയ പങ്കും തീയെടുത്ത ഈ വസ്തുക്കൾ മൃതദേഹം കൈമാറിയതിനൊപ്പമാണ് ബന്ധുക്കൾക്ക് നൽകിയത്. സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും ചേർന്ന് ഏറ്റുവാങ്ങി. ഡ്രസ്സുണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നു, പിന്നെ റിങ്സ്, പിന്നെ മാല. അതെല്ലാം കൂടെ പ്രത്യേകം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് നമുക്ക് തന്നായിരുന്നു. അത് അവർ ബോധ്യപ്പെടുത്തി. ഇതാണ് സംഭവം, നമുക്ക് മനസ്സിലായത്, തിരിച്ചറിഞ്ഞു. എന്തായാലും അവർ നമ്മുടെ രഞ്ജിതയുടെ ബന്ധുവൊക്കെയാണ്. അവർക്ക് മനസ്സിലായി ഇത് രഞ്ജിതയുടെ സാധനം തന്നെയാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. കാരണം വേറൊന്നുമല്ല, ഈ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ രഞ്ജിതയുടെ സീറ്റിന് അടുത്താണെങ്കിൽ പോലും അത് രഞ്ജിതയുടെ ആണ് എന്നൊരിക്കലും നമുക്ക് കൺഫേം ആക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് രഞ്ജിതയെ അറിയാവുന്ന ഒരാൾ അത് തിരിച്ചറിഞ്ഞത് കൺഫേം പറയാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സീറ്റിനടുത്ത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയൊക്കെ, അല്ലെങ്കിൽ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന ആളുടെയോ അങ്ങനെ എന്തും സംഭവിക്കാം. പ്രത്യേകിച്ചൊരു ഫയർ ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. ആ കുടുംബത്തിന്, അല്ലെങ്കിൽ ആ 2 കുഞ്ഞുങ്ങൾക്ക് രഞ്ജിതയുടേത് എന്ന് പറഞ്ഞ് അവസാനമായിട്ട് കിട്ടിയത് ആ ഒരു കരിഞ്ഞ മാലയും രഞ്ജിതയുടെ കത്തിക്കരിഞ്ഞ ആ തുണിയുടെ കത്തിക്കരിയാത്ത ഒരു ഭാഗവുമാണ് കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നും അമ്മയുടേത് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് സൂക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ വിധി കൊടുത്തിട്ടില്ല. ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. ശരീരത്തോട് പറ്റിപ്പിടിച്ചത് ഒരു നൂലാണെങ്കിലും ബന്ധുക്കൾക്ക് അത് തിരികെ നൽകും. അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസർ അരവിന്ദ് വിജയന്റെ വാക്കുകൾ അവർ ഇപ്പോഴും ഓർക്കുന്നു. ഇനി അവർ എന്തെങ്കിലും ആവശ്യം സാധനം റിക്കവർ ആവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കും, നമുക്ക് ചെന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ എയർ ഇന്ത്യ മൊത്തം പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യമില്ല അവരോട് കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാ സഹകരണവും. പിന്നെ ഇപ്പം ലഗേജിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ലഗേജ് കിട്ടുവാണെങ്കിലും ഐഡൻറ്റിഫൈ ആയെങ്കിൽ നമ്മളെ വിളിക്കും. അപ്പം നമുക്ക് ചെന്ന് കളക്ട് ചെയ്തെന്ന് വരാം. പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ രഞ്ജിതയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ പെട്ടി ആംബുലൻസിൽ തന്നെ സൂക്ഷിച്ചു. ഉച്ചതിരിഞ്ഞ് മൃതശരീരത്തിനോടൊപ്പം ഈ പെട്ടിയും വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. എൻ്റെ അറിവിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ അറിഞ്ഞത് വെച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. എയർ ഇന്ത്യ, നിങ്ങൾ ആദ്യമേ പല വാഗ്ദാനങ്ങളും കൊടുക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയരുത്. ഓക്കെ, എയർ ഇന്ത്യ ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ രഞ്ജിതയുടെ ബന്ധു തന്നെ പറയുന്നുണ്ട്, എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ എന്നൊക്കെ എയർ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എയർ ഇന്ത്യ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരിതൊക്കെ മറന്നു പോകും. പിന്നെ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അല്ല, അങ്ങനത്തെ പരിപാടിയാണല്ലോ എയർ ഇന്ത്യയുടെ. ഒന്നും വേണ്ട, അവരുടെ ഫ്ലൈറ്റ്സ്, അവരുടെ എയർക്രാഫ്റ്റ്സ് ഒന്ന് നോക്കിയാൽ മതി. അറ്റ്ലീസ്റ്റ് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പരിപാടി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു എയർലൈൻ കമ്പനിയാണ്. മനസ്സിലായില്ലേ? അവർക്ക് അവരുടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയതിൻ്റെ പേരിൽ അവർക്ക് എന്തായാലും ഇൻഷുറൻസ് തുകയും കാര്യങ്ങളൊക്കെ കിട്ടും. പൈസ ജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്, മരണപ്പെട്ടവർക്ക് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അവിടെ കൊണ്ട് തീരരുത്. എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ഈ ഒരു നമ്മുടെ രഞ്ജിതയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് എയർ ഇന്ത്യ ഇനി ഇടപെടുമോ എന്നറിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ സർക്കാരാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, ഏതെങ്കിലുമൊക്കെ സംഘടനകളാണെങ്കിലും ശരി, രഞ്ജിതയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെട്ടേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ആ 2 കുട്ടികൾ, ആ 2 കുട്ടികളുടെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആ ഒരു കുട്ടികളുടെ അച്ഛൻ ഈ ഒരു 10-14 ദിവസം ആ ഒരു കുട്ടികൾ ഈ ഒരു അമ്മയുടെ ശരീരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഒരു ദിവസം എങ്ങാണ്ടാണ് വന്ന് ആ പിള്ളേരെ നോക്കിയത്. കൂടെ കൊണ്ടുപോയി നിർത്തുക, ആ കുട്ടികളുടെ കൂടെ നിൽക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഈ രഞ്ജിതയുടെ
അടക്കത്തിൻ്റെ അന്ന് പോലും ആ ഒരു സുന്ദരൻ ആ പരിസരത്തേക്ക് വന്നതായിട്ട് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അവർ തമ്മിൽ ഡിവോഴ്സ്ഡ് ആയി, ഓക്കെ, മനസ്സിലാക്കാം. നീ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ ചടങ്ങിന് നീ വരണ്ട. പക്ഷെ ആ കുട്ടികൾ അവര് നിന്റെ അല്ലേ, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അത് നീ മറന്നു പോകുന്നു. അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. മുൻ പട്ടാളക്കാരാ, അങ്ങനെ തന്നെ പറയണം, ഒരു പട്ടാളക്കാരനായിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് കേട്ടത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വോയിസ് ക്ലിപ്പും കൂടെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. ഇതും കൂടി ഒന്ന് കേൾക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ തരിക. ആയാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ്. പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും. സോ അച്ഛൻ അത്ര നല്ലൊരു അച്ഛനൊന്നും അല്ല എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഓക്കെ, ആ കുട്ടികളുടെ അച്ഛൻ, രഞ്ജിതയുടെ മുൻ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അവരുടെ കുടുംബകാര്യമാണ്, നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല എങ്കിൽ പോലും ആ കുട്ടികളുടെ കാര്യത്തിൽ വേറെ ആരും ഇല്ല. ഒരു വയ്യാത്ത അമ്മൂമ്മ മാത്രമേ ഉള്ളൂ അവർക്ക്. അവരവസ്ഥയിൽ അവർ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പറ്റുമെങ്കിൽ ഏതെങ്കിലും നല്ല സംഘടനകളോ ഇല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ ആ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടണം. കാരണം ആ കുട്ടികളെ ഒരിക്കലും, രഞ്ജിതയുടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടികളുടെ അച്ഛനുമായിട്ട് ആ കുട്ടികൾ പോകുന്നതിനകത്ത് സന്തോഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആ കുട്ടികൾ സേഫായിട്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ അമ്മൂമ്മയുടെ കൂടെ തന്നെ ആയിരിക്കാം. പക്ഷെ അമ്മൂമ്മ എത്ര കാലം നമുക്കറിയില്ല, അവരും വയ്യാത്തൊരു സ്ത്രീയാണ്, അതാണല്ലോ നിജം. അപ്പം നമുക്കത് പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്തൊക്കെയാണെങ്കിലും ആ കുട്ടികൾ അവിടെയാണ് സേഫ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ അത് ഇവിടുത്തെ സർക്കാരോ നല്ല സംഘടനകളോ തന്നെ ഏറ്റെടുക്കണം. ഒരിക്കലും ആ കുട്ടികൾ അവരുടെ അച്ഛൻ്റെ കയ്യിൽ എത്തരുത്. കേട്ടല്ലോ, അയാൾ എന്ത് ടൈപ്പ് ഓഫ് മനുഷ്യനാണെന്ന് പോലും നമുക്കറിയില്ല. രഞ്ജിത അയാളുടെ ഉപദ്രവം കാരണം മദ്യപാനിയായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അതും ഭയങ്കര രീതിയിലുള്ളൊരു മദ്യപാനിയായിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് അറിഞ്ഞത്. മദ്യപിച്ച് രഞ്ജിതയൊക്കെ നേരത്തെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് കേട്ടത്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് 2 കുഞ്ഞുങ്ങൾ ചെല്ലുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. അനുഭവങ്ങളുണ്ടേ, അതുകൊണ്ടായി പറയുന്നത്. ബാക്കി കേൾക്കാം. അപ്പം പിന്നെ അതുമായിട്ട് എന്താണ് അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇവരുടെ വീട്ടുകാർ, കൊച്ചുമോളുടെ അല്ലെ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും. ഇല്ല, അധികമായിട്ടില്ല. അവൾ UK പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് ഇത്രത്തോളം കാര്യം. 7 വർഷമായിട്ട് അവള് വിദേശത്തായിരുന്നു. അവിടെ നിന്നാണ് UK എക്സാം പാസ്സായി പോയത്. ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയാൻ അങ്ങനെ ഒന്നിച്ച് കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത്. അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക, ഇവിടെ തന്നെ അമ്മയോടൊപ്പം നടക്കുക. അത് തന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു. അതായത് ഈ കൊച്ചുമോടെ ഇളയ ആങ്ങള, അതായത് ഇപ്പം ഈ അഹമ്മദാബാദിൽ പോയിരിക്കുന്ന ആളിന്റെ വൈഫിന്റെ ഒരാങ്ങളെ. ഒരുപാട് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതുപോലെ കഷ്ടപ്പെടുകയും അവള് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയും അത് യാതൊന്നും ചെലവാക്കാതെ അനാപത്തായിട്ട് കളയാതെ വീട് വെക്കുകയും ഒക്കെ ചെയ്തു. നേരത്തെ കുമ്പഴയിലൊരു വീടുണ്ടായിരുന്നു, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിരുന്നു. ഇവനുമായിട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയാൻ അങ്ങനെ ഒന്നിച്ച് കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത്. അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക, ഇവിടെ തന്നെ അമ്മയോടൊപ്പം നടക്കുക. അത് തന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു. രഞ്ജിത എന്ന് പറയുന്ന ഒരാൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഭർത്താവുമായിട്ട് താമസിക്കുന്ന സമയത്താണെങ്കിലും ശരി, അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു. രഞ്ജിതയും കൂടെയും കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ഭർത്താവിൻ്റെയും കാശ് സ്വരൂപിച്ച് 2 പേരുടെയും പൈസ കൊണ്ടുണ്ടാക്കിയ ഒരു വീട്. ആ പൈസ അവരുടെ വിവാഹശേഷം അല്ലെങ്കിൽ അവരുടെ ഡിവോഴ്സിന് ശേഷം അവർ ആ വീട് വിറ്റു. അതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വേ. അവർ വിറ്റു, രഞ്ജിതയുടെ ഭാഗം കൊണ്ട് രഞ്ജിത വരുന്നു, എന്നിട്ട് സ്വന്തം നാട്ടിൽ രഞ്ജിത ഒരു വീട് വെക്കുന്നു. അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. നല്ല കഠിനാധ്വാനിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് എന്നാണ് അതിനകത്തു നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ അവർ വെറുതെ നാട്ടിൽ നിൽക്കുകയോ വീട്ടിൽ കയറി ഇരിക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ കഷ്ടപ്പെടാനായിട്ട് അവർ വീണ്ടും ഗൾഫിലേക്ക് പോയി. അവരവിടെ ജോലി ചെയ്തു, അവിടുന്ന് UK എല്ലാം ഒന്ന് റെഡിയായി എന്ന് വിചാരിച്ച് നാട്ടിലൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടി പഴയ സർക്കാർ ജോലിയിൽ തന്നെ കയറിയിരിക്കാം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സ്ത്രീയാണ് ഇല്ലാതെയായത്. ഒരു 3 ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്ന ആ സ്ത്രീ സത്യം പറഞ്ഞാൽ ഒന്ന് വരാതിരുന്നായിരുന്നെങ്കിൽ
ഇല്ലെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എല്ലാം കഴിഞ്ഞു എങ്കിൽ പോലും ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അപ്പം അമ്മയുടെ ആ സംരക്ഷണവും കൂടെ ഏറ്റെടുത്തോണ്ടാണ് മോള് ഇവിടെ നിന്നത്, കൊച്ചുമോൾ ഇവിടെ നിന്നത്. ഈ ഭർത്താവ് ജോലിയൊക്കെ ഉള്ള ആളായിരുന്നു. അത് അന്ന് ഞാൻ കേട്ടിട്ടുള്ള, ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുമായിട്ട് ബന്ധമില്ല, കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു. പക്ഷെ അമിതമായ മദ്യപാനവും ഒക്കെ പിന്നെ ബിരുദങ്ങളിൽ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായെന്ന് കേട്ടു. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ഇവള് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. അമിതമായ മദ്യപാനം അത് പല കുടുംബങ്ങളും ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഇപ്പം ഈ ഒരു ഏജ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനത് കാണുന്നത് കുറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ കാണാത്തത് കൊണ്ടാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇന്നും ഇത് നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ചിലപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ നടക്കുന്ന, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റണമെന്നില്ല. പല കഥകളായിരിക്കും പുറത്ത് പറയുന്നത്, മനസ്സിലായില്ലേ? പല കഥകൾ കുടുംബക്കാർ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ വരുന്ന അവസ്ഥകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവസ്ഥനാണ്. കുടുംബക്കാർ തന്നെ വരും. നമ്മുടെ വീട്ടിലൊരാൾ മദ്യപാനിയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ, അയാളുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ഒക്കെ വരും. രഞ്ജിത എന്തായാലും ആ കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിരുന്ന രഞ്ജിത, അതാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ, രഞ്ജിതയുടെ മക്കളുടെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.